പോവുകയാണ്. അപ്പോൾ ഇനി എന്താ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. അടുത്ത വിശിഷ്ട വ്യക്തിയെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ സാറിനെ വളരെയധികം ആദരപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്നത്. Also requesting Gigi ma'am, Jyotish sir and Suresh sir, kindly please join with us. ട്രസ്റ്റിലെ എല്ലാ ഭാരവാഹികളെയും കൂടെ ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അദ്ദേഹത്തെ നമ്മൾ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം. വളരെ നല്ല രീതിയിൽ കുറച്ചധികം സമയം നമ്മുടെ ട്രസ്റ്റിലെ ഭാരവാഹികളോടും കൂടെ ഞാനും കൂടെ പോയിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് നല്ല ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ഈ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ തന്നിരുന്നു. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോട്ടെ, അതിന് എന്നും എന്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വളരെ നല്ല മനസ്സോടുകൂടി സംസാരിച്ചൊരു വ്യക്തിത്വമാണ് ശ്രീ MLA. ആദ്യം നമുക്ക് സാറിന് ഒരു സ്നേഹാദരവ് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പൊ ഈ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങാനായിട്ട് സാറിന് ഒന്ന് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ആനുവൽ സെലിബ്രേഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ MD ജിജി ജോസഫ്, രതീഷ് സുബോധ്, സുരേഷ് തമ്പി, മറ്റോ എല്ലാവരെയും പേരെനിക്ക് അറിയില്ല. രതീഷ് സുബോധാണ് എന്നെ അതിൻ്റെ വിധിയുണ്ട്. ഒരു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യകാരുണ്യപരമായ കുറേയധികം പ്രവർത്തനങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ചൈൽഡ് ലൈൻ ചെയ്തു പോയിട്ടുള്ളവർ, മറ്റു പലവിധ ജീവിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു സഹായമായി എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതൊരു നന്മയുടെ ഭാഗമാണ്. സ്വയംഭവും സൗഹാർദ്ദവും സ്നേഹവും മനുഷ്യൻ്റെ അഥവാ മാനവരാശിയുടെ തുടക്കം മുതൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പൊരുളും അതുതന്നെയാണ്. സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തത്വവും അതുതന്നെയാണ്. ഇവിടെ കാട്ടാക്കട കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നു എന്നാണ് അവർ എന്നോട് പറയുന്നത്. മറ്റൊരിക്കലുമില്ലാത്തതിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അനുദിനമെന്നോണം വിദ്യാഭ്യാസ രംഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ന്യൂറോ ടെക്നോളജിയുടെ മാറ്റം തന്നെ നമ്മെ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. 800 കോടിയിൽ പരം വരുന്ന മനുഷ്യരാണ് ഈ ഭൂമുഖത്തുള്ളത്. അതിൽ 100 കോടി ആളുകൾ അധികശേഷിയുള്ളവരോ ഭിന്നശേഷിയുള്ളവരോ ആണ്. അധികശേഷിയുള്ളവരും ഭിന്നശേഷി പട്ടികയിലാണ് വരുന്നത്. അങ്ങനെ വരുന്നവർക്ക് ജൈവബുദ്ധിയും യന്ത്രബുദ്ധിയും സമന്വയിപ്പിച്ചുകൊണ്ട് പൂർണ്ണ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ന്യൂറോ ടെക്നോളജി. തലയോട്ടിയിൽ വെറും 2 മില്ലിമീറ്റർ വിസ്തൃതിയിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ നൈസർഗികമായി ഉണ്ടാകുന്ന ഭിന്നശേഷി മാറ്റി പൂർണ്ണ മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം. അൽഷിമേഴ്സ്, ഓർമ്മ നശിക്കാൻ തുടങ്ങിയിട്ടുള്ള പലവിധ രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ കഴിയും. അത്രമാത്രം ശാസ്ത്രരംഗത്ത്, ന്യൂറോ രംഗത്ത് ന്യൂറോ ടെക്നോളജി വികസിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും, നിർമ്മിത ബുദ്ധിയുടെ കാലം. അവിടത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടോ ഏതെങ്കിലും ഒരു മേഖല കൊണ്ടോ പാവപ്പെട്ടവർക്ക് എല്ലാ സഹായവും ചെയ്യാനാവില്ല. ഇതുപോലെ ചാരിറ്റി പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്ന മനസ്സുള്ള പ്രസ്ഥാനത്തിനായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് പുതിയ ശാസ്ത്രരംഗത്തെ വളർച്ചയെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം
പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. അതിന് നിങ്ങൾ മുൻകൈയെടുക്കാൻ പരിശ്രമിക്കും എന്ന പ്രതീക്ഷയോടു കൂടി എല്ലാ ഭാവങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കും. താങ്ക് യു സോ മച്ച് സർ. നമുക്കൊരു സ്നേഹാദരം കൂടെ ഏറ്റുവാങ്ങിയിട്ട് മടങ്ങണമെന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ സാറിന് ഈ ഒരു സ്നേഹാദരവ് ജിജി മാമും ജ്യോതിഷ് സാറും സുരേഷ് സാറും കൂടെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ മെഡിക്കൽ ഫെസ്റ്റ് 2024 സ്നേഹാദരം. ട്രസ്റ്റ് ഭാരവാഹികളും ചേർന്ന ആരാധനായ പാറശാലയുടെ ജനനായകൻ CK ഹരീന്ദ്രൻ അവർക്ക് ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പുരസ്കാരമാണ് കൊടുക്കുന്നത്. ഒരു നിറകരഘോഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നിന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരു സ്റ്റിച്ചിങ് മെഷീൻ്റെ ഹാൻഡ് ഓവറിംഗ് കൂടെ സാറ് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റുവാങ്ങാനായിട്ട് നിവേദിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ നമുക്ക് ഒരു സ്റ്റിച്ചിങ് മെഷീൻ കൂടെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പം നിവേദിയ പ്ലീസ് ഒന്ന് വേദിയിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു നിറഞ്ഞ കരഘോഷം നമുക്ക് കൊടുക്കാം. അദ്ദേഹം വേദിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കൈത്തൊഴിൽ കൂടെ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു മാതൃക കാണിക്കുകയാണ്. അപ്പം ആരാണോ അതിന്